ചെയ്യുന്നു. നിന്റെ തിരുമുഴുവാർന്ന് വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ സന്ധിബന്ധങ്ങളിലും അങ്ങയുടെ മക്കളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. വാതരോഗങ്ങൾ, ക്ഷീണിതമായ ശരീരങ്ങൾ, മനപ്രയാസം നിറഞ്ഞ ജീവിതാവസ്ഥകൾ, കുടുംബ സാഹചര്യങ്ങൾ, പരസ്പരം വിരുദ്ധവും വഴക്കുമായിട്ട് നിൽക്കുന്ന, മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കുകയും മറ്റുള്ളവരോട് പറയുകയും വീട്ടിൽ ഒരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ വേറെ ഒരാളോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്ത് മുഖമായ അന്തരീക്ഷം തളക്കെട്ട് നിൽക്കുന്ന വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥകൾ കർത്താവെ, ഈ ഇരുട്ട് കൂമ്പാരത്തിൽ കർത്താവെ നിൻ്റെ വെളിച്ചം കടന്നില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഞാൻ ഏതെല്ലാം കുടുംബങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഇതേ അവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ചെല്ലാം കർത്താവ്. കടകമ്പോളങ്ങളും ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ ചെറിയ മാടക്കട ഉൾപ്പെടെ നടത്തിയിട്ട് കർത്താവ് ജീവിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ നൈറ്റ് കടകൾ നടത്തി ജീവിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് കച്ചവടം ലഭിക്കാത്തതുണ്ട് ഈശോയെ. അതുപോലെ അമിതമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ജീവിക്കുന്നുണ്ട് ഈശോയെ. പലരുടെയും ഭീഷണികൾ കാരണം പലരെ അടിമകളായി ജീവിക്കുന്നുണ്ട് ഈശോയെ. ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി, ഈ സ്ഥലത്ത് നിന്ന് പോയാൽ മതി, ഈ കച്ചവടം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നറിയാതെ സ്വകാര്യ സങ്കടങ്ങളിൽ വിഷമിക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ കർത്താവെ, അതുപോലെ തന്നെ ബോർഡ് പരീക്ഷ എഴുതുന്ന മക്കളെ, SLC പരീക്ഷ മക്കളെ നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, ഇങ്ങനെ എല്ലാ പരീക്ഷകളും എഴുതുന്ന വ്യത്യസ്തമായ കുഞ്ഞ്. ലോർഡ്, ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ, ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം, what you may study able to reproduce exam and qualify with thy grade in the name of Jesus Christ pray. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീയും നിൻ്റെ ഉദ്യമങ്ങളും സംരംഭങ്ങളും നിൻ്റെ യാത്രകളും സംരക്ഷിക്കപ്പെടട്ടെ കർത്താവ്. കൂട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ചതിപ്രയോഗം കിട്ടിയവർ കർത്താവ്, പലതരത്തിലും പെട്ടുപോയവർ, കുരുങ്ങിപ്പോയവർ, കുരുക്കിലായി പോയവർ, മറ്റുള്ളവരുടെ കക്ഷത്ത് പോയി തല വീണ് പോയിട്ട് കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള ബിസിനസ്സുകളിലും കേസുകളിലും പല തട്ടിപ്പുകളും പെട്ട് കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ഈ നിമിഷം അമ്മേ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ സാക്ഷികളായി മാറാൻ നിങ്ങളെ കുരുക്കുന്ന വ്യക്തികൾ, കുരുങ്ങുന്ന വിഷയങ്ങൾ, എല്ലാ തരത്തിൽ വേദനിക്കുന്ന സാഹചര്യങ്ങൾ യേശുക്രിസ്തുവിനകത്ത് മാറിപ്പോയിട്ട് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൃപാസനത്തിലൊരു അച്ഛനൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ഈ ദിവസങ്ങളിൽ. അച്ഛൻ്റെ പേര് മാത്യു എന്നാണ്, മാത്യു ഏലന്താനം. ഇടയ്ക്ക് ഞാനത് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ സൂചിപ്പിച്ചായിരുന്നു. അച്ഛൻ ഉടമ്പടി എടുത്തതാണ്. പക്ഷെ ഉടമ്പടി വെച്ചാൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഉടമ്പടി എടുത്തിട്ട് അത് ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് പെർഫെക്റ്റാണ് അച്ഛൻ്റെ ഉടമ്പടി. അവരച്ഛന്മാരിൽ നിന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ് ഇതെന്ന് തോന്നുന്നത്. വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഉടമ്പടി വിഹിതമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യ ജീവിതമുണ്ട്. പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഹീമോഗ്ലോബിൻ 6.3 വന്നതിൽ പിന്നെ കൂടുന്നില്ല. ബോൺ മാരോ ചെയ്യാൻ പറഞ്ഞു. പിന്നെ നിരീക്ഷണത്തിലായി 5-6 ദിവസം ആശുപത്രി കിടന്നു, മാറ്റമൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുകയായിരുന്നു. ആണ് അദ്ദേഹം ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി. കർത്താവ് സഹായിക്കാൻ തുടങ്ങി അച്ഛനെ. അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം, അത് അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. പക്ഷേ അച്ഛൻ നല്ല അറിവുള്ള ആളായത് കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 14.6 ഹീമോഗ്ലോബിൻ. പക്ഷേ അച്ഛൻ്റെ ഒരു സാക്ഷ്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് അറിയാമോ? അതായത് ഈ അച്ഛൻ ഉപവിപ്രവർത്തനങ്ങളെ വേണ്ടി നമ്മൾ നോമ്പ് കാലാകുമ്പോൾ ഒത്തിരി ഉപവിപ്രവർത്തനമൊക്കെ വരികയല്ലേ. പക്ഷേ എപ്പോഴും ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകരുത്. മെൻ്റൽ റിട്ടാർഡഡ് മാനസിക രോഗികളുടെ ആശുപത്രി സ്ഥാപനത്തിൽ അവർക്ക് അംഗവൈകല്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു ചാലഞ്ചസാണ്. അംഗവൈകല്യമുണ്ട്, മാനസിക രോഗമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പോൾ എന്നാലും അച്ഛന് ഒരു ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഒരു അഭിഷേകം കിട്ടിയപ്പോൾ അവിടെയൊക്കെ സ്ഥാപനത്തിൽ പോയി അച്ഛൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഒരു മാനസിക വൈകല്യമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞ് അച്ഛനൊക്കെ ഒന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അച്ഛൻ തിളപ്പിച്ചാറ്റിയ വെള്ളം, ശുദ്ധമായ വെള്ളം കുഞ്ഞിനെ കൊടുത്ത്. കുഞ്ഞിങ്ങനെ അറിയാമല്ലോ, അവന് വൈകല്യമുള്ള ആളാണ്.
അവനിങ്ങനെ വായിൽ നോളയും ഇട്ട് തുപ്പലിട്ട് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത്. എന്നിട്ട് പകുതി കുടിച്ചുകൊണ്ടല്ല, അങ്ങനെ തന്നെ അച്ഛൻ്റെ മുഖത്തിട്ടെറിഞ്ഞ് അച്ഛൻ വല്ലാണ്ടായി തുപ്പലൊക്കെ വീണ്. അവൻ അച്ഛൻ പറയണേ, ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോഴേ എനിക്ക് ഉണ്ണീശോയെ പോലെ തോന്നിയത്. എനിക്ക് അത് ആ സാക്ഷ്യം കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാഴ്ച മാറിപ്പോയി, കണ്ടില്ലേ? കാഴ്ച മാറിപ്പോയി. മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിക്കുന്നവരിലെയും നമ്മളെ കാണുന്നൊരു കാഴ്ച കൊണ്ട് അതിൽ ക്രിസ്തുവിനെ കാണുന്നൊരു കാഴ്ച. അതാണ് ഈ മൂന്നാം കാഴ്ച എന്ന് പറയുന്നത്. അതെന്ത് പറയാൻ കാര്യം എന്നറിയാവുക? ഈശോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു ഭാഷയുണ്ടല്ല, ഈശോ മർക്കോസിൻ്റെ 8:26 അന്ധന് ബെത്സയിദയിൽ വെച്ച് സാക്ഷ്യം കൊടുത്തിട്ട് കാഴ്ച കൊടുത്തിട്ട് അവനോട് പറഞ്ഞില്ലേ, ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന്. അങ്ങനെ അവനെ പറഞ്ഞു വിടും. അപ്പോൾ അവന് ആദ്യത്തെ കാഴ്ച എന്താണെന്നറിയാവോ? ഈ 8:21 വായിച്ച്, അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അതാ ഒന്നാം കാഴ്ച എന്ന് പറയണത്. എന്താണ് അവൻ്റെ ഒന്നാം കാഴ്ച? മനുഷ്യ ഇപ്പം ഈ അവിടെ പാരമ്പര്യ ചികിത്സ പോലെ എന്ത് പരിപാടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകും. കുറച്ച് ശരിയാകും, കുറച്ച് ശരിയാകത്തില്ല. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ബൈബിൾ നൽകുന്നത്. ടൈലറിൻ്റെയൊക്കെ വിശ്വവിഖ്യാതമായ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ആ രീതിയിലാണ് പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിഡിൽ ഈസ്റ്റിൽ ഇതുപോലെയൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. നമ്മൾ വീട്ടു ചികിത്സ എന്നൊക്കെ പറഞ്ഞിരുന്നു, നാട്ടുമരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അതിലൊന്ന് ഇപ്പം നമ്മളും ചെയ്യും തുപ്പൽ. പണ്ടൊക്കെ ഈ കൺകുരുവൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരില്ലേ, എൻ്റെ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻറ്റിയുടെ ചിറ്റമ്മ ഇപ്പോൾ കണ്ണൊക്കെ വരുമ്പോൾ ചൂട് കാലത്ത് കണ്ണിങ്ങനെ കൺകുരു ഇങ്ങനെ വലുതായിട്ട് നിൽക്കും. ഉടനെ ചിറ്റമ്മ ആൻറ്റിമാർ അപ്പൻ്റെ പെങ്ങന്മാർ പറയും, ഇവിടെ നാക്കിൻ്റെ അടിയിൽ നിന്ന് തുപ്പൽ തൊട്ട് വെക്കാൻ പറയും. അപ്പോൾ നമ്മളത് വെക്കും. അതുകൊണ്ടാണ് അസുഖപ്പെട്ടത് അറിയാൻ പാടില്ല. ഇത് പൊടിക്കൈകൾ ഇതുപോലത്തെ ഉണ്ട്. കർത്താവ് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് അവനൊക്കെ അറിയത്തില്ല. അവൻ ദൈവശക്തി അറിയുന്ന മുമ്പ് ഇങ്ങനെയുള്ള അവൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. കർത്താവ് ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പറയും, ഇപ്പം കാണാം, പക്ഷേ മനുഷ്യരെ കാണുന്നുണ്ട്, ഞാൻ മരങ്ങളെപ്പോലെയാണ് ഇരിക്കണത്, നടക്കണമായിട്ട് കാണുന്നു. അപ്പോൾ അതാണ് അവൻ്റെ അത് ഫസ്റ്റ് കാഴ്ച. സെക്കൻഡ് കാഴ്ച എന്താണ്? സെക്കൻഡ് കാഴ്ച കർത്താവ് മീഡിയംസ് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് കൈവച്ച് പ്രാർത്ഥിക്കുക. 28-25 മർക്കോസ്. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് അവനെ കണ്ടു. കാഴ്ച തിരിച്ചു കിട്ടി. കാഴ്ച തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത്. എന്താ കാര്യം? പുതിയ കാഴ്ചകൾ കാണാനിരിക്കുന്നു. കാര്യം പണ്ടാവും മനുഷ്യരെ കണ്ടു, അത് മരങ്ങളെപ്പോലിരിക്കുന്നു. ഒന്നാം കാഴ്ച. രണ്ടാം കാഴ്ച മനുഷ്യരെ കണ്ടു, മനുഷ്യരെപ്പോലെ ഇരിക്കുന്നു. മൂന്നാം കാഴ്ച കൊണ്ട് എന്താണ്? മനുഷ്യരെ കണ്ടു, നമ്മൾ വെറുക്കുന്നവരെ കണ്ടു, നമ്മളെ പീഡിപ്പിക്കുന്നവരെ കണ്ടു, അവർ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു. അതാണ് മൂന്നാം കാഴ്ച. ഇങ്ങനെ കാഴ്ചകളിലേക്ക് അപ്പോസ്തലന്മാർ തിരിച്ചു വരാൻ കാണാം. അപ്പോസ്തലന്മാരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചകൾ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാഴ്ച കഴിയുമ്പോൾ ഈ യോഹന്നാൻ 8:26 27 കർത്താവ് ചോദിക്കും, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് മൊത്തം കാഴ്ചയോടെ പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീ ഈ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹയാണ്, ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. അതാണ് സമ്പൂർണ്ണ കാഴ്ച. ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് കാണണം. അത് എല്ലാവരിലും കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ഹീലിംഗ് ആയി. താങ്ക് യു.